ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിൽപ്പാനുള്ള അവസരവും ആരോഗ്യവും ദാനമായി നൽകിയ ദൈവത്തിൻ്റെ തൃപ്പാദപീഠത്തിൽ മാത്രം പുകഴ്ചയും എല്ലാ ഉയർച്ചയും എല്ലാ ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സഭയിൽ കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും ലഭിക്കപ്പെട്ട അവസരം ജീവിതത്തിലൊരു വലിയ പദവിയായി വലിയൊരു ബ്ലെസ്സിങ്ങായി കണ്ടുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സഭയെ വളരെ ചിട്ടയോടെ നയിക്കുന്ന കർത്താവിനാലാക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു പി ബേബി ഫാമിലി ബ്ലെസ്സിങ്ങാണ്. എല്ലാറ്റിനും കർത്താവിന് മഹത്വമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ബിജു പാസ്റ്റർ, കർത്താവ് ഈ ദേശത്ത് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. തീർച്ചയായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ ഇന്നറിയുന്നത് പോലെയല്ല. ഹല്ലേലൂയ. നമ്മളിനിയും ഇതിനെ അതേ ശ്രേഷ്ഠമായ നിലയിൽ അറിയാൻ ദൈവം ഇടയാക്കും. പരിശുദ്ധാത്മാവിന് ഇവിടെ ഒരു പദ്ധതിയുണ്ട്. അതിനാണ് നിങ്ങളെ ഒരുമിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ അത് വെളിപ്പെടാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അതിന് വേറെ കഴിവോ പ്രാപ്തിയോ നമ്മുടെ ഒരു സൈഡും അതിനകത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാത്രം പ്രവൃത്തിയാണ്. പക്ഷേ നമ്മൾ അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനൊറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ പറയും അതിന് 3 വഴിയേ ഉണ്ടെന്ന് പറയും. അപ്പോൾ ചോദിക്കും 3 വഴി എന്താണ്? 1 പ്രാർത്ഥന, 2 പ്രാർത്ഥന, 3 ഇതേ ഉള്ളൂ വഴി. പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ലെവൽ ഇതൊന്നും ആയിരിക്കുകയില്ല. ദൈവം നമ്മെ ശക്തമായി പ്രാർത്ഥനാ മുറികൾ തുറക്കപ്പെടണം, പ്രാർത്ഥനാവേദികൾ ഒരുക്കപ്പെടണം. നമ്മുടെ ലൈഫ് കർത്താവുമായിട്ട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കും. ഇന്ന് പകലും എൻ്റെ ഉള്ളിലൊരു ദൈവിക ആലോചന ദൈവം പകർന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് അത് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ ദിവസങ്ങളൊക്കെ അയക്കപ്പെടുന്നിടത്തൊക്കെ ദൈവത്താൽ ദൈവം അതിനൊരുക്കുന്ന അവസരത്തെയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇങ്ങനെ സാധാരണ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഞാൻ ട്രെയിനിലും ബസ്സിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ വന്നത് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച 2 സഹോദരന്മാരുണ്ട്. ഒന്ന് ജോജിയും മറ്റൊന്ന് സിജുവാണ്. അവർ രണ്ടുപേരും കൂടെ ഹല്ലേലൂയ വളരെ കിലോമീറ്ററുകൾ, വളരെ മണിക്കൂറുകൾ ഓടി വന്ന് അത് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇനി ഇവിടുന്ന് അടുത്തടത്തും കൊണ്ടുവിടേണ്ടതായ സ്ഥിതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അതിനൊക്കെ പ്രതിഫലവും അനുഗ്രഹവും ഒക്കെ നൽകട്ടെ. സാധാരണയായിട്ട് ടൈമുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം തുടർന്ന് നടത്തട്ടെ, ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വളരെ പരിചിതമായൊരു വേദഭാഗം വായിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ആദ്യം ചെയ്ത അടയാളം, ആദ്യം ചെയ്ത അത്ഭുത പ്രവൃത്തി, അത് നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ്. ആ ഭാഗത്തൂടെ പരിശുദ്ധാത്മാവ് ചില സന്ദേശം നിങ്ങൾക്ക് കൈമാറാൻ താല്പര്യപ്പെടുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ ആ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യാനുള്ള നല്ലൊരു മനോഭാവത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ നമുക്ക് വായിക്കാം. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നമുക്കാണ് ഈ ചുരുക്കം എന്നൊക്കെയുള്ള ചിന്ത. കർത്താവിന് ഈ ഒരാളുള്ളിടത്ത് കർത്താവ് പ്രസംഗിച്ചിട്ടുണ്ട്. ഒറ്റൊരാളേ ഉള്ളൂ മുമ്പിലിരിക്കാൻ. പക്ഷേ പ്രസംഗത്തിൻ്റെ ഗൗരവവും കുറച്ചില്ല, ദൂതിൻ്റെ കട്ടിയും കുറച്ചില്ല. കർത്താവ് ഇതൊന്നും കാര്യമാക്കില്ല. 10,000 യേശുവിൻ്റെ മുമ്പിലിരുന്നു. 10,000 പ്രസംഗിച്ചതുപോലെ ബഥാനിയിൽ അതേ യോഗത്തിൽ മറിയ മാത്രമേ ഉള്ളായിരുന്നു. ആകെ 3 പേരുള്ളത്. ഒരാൾ ഇവിടെ പോയെന്നറിയില്ല.
ഒരാൾ വീട്ടിനകത്ത് ഭയങ്കര ജോലി തിരക്കിലായിരുന്നു, പിന്നെ കേൾക്കാൻ ഒരൊറ്റൊരാളെ മുമ്പിൽ ഇരിപ്പുള്ളായിരുന്നു. പക്ഷേ കർത്താവ് ഗൗരവം എന്ന് വെച്ചാൽ ഈ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലും ദൈവം ഈ വചനത്തിലൂടെ നമ്മോട് ഹൃദ്യമായി വ്യക്തമായി ഇടപെടട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ മിനിസ്ട്രി ആരംഭിക്കുക, തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. ഈ ശുശ്രൂഷ ആരംഭിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഒരു പ്രവർത്തന ഉദ്ഘാടനമാണ് ആരംഭിക്കുക. പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടി കർത്താവ് സെലക്ട് ചെയ്തത് ഒരു കല്യാണ വീടാണ്. ഒരു കല്യാണ വീട്. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, നാട്ടിലെ ഏറ്റവും ഒരു പ്രമുഖൻ കാണും മരിച്ചു കിടക്കുന്നിടത്തോട്ട് ചെന്ന് യേശു അവനെ അങ്ങ് ഉയർപ്പിച്ചുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ ചൂടെ ഗംഭീരമായിരുന്നേനെ. ഹല്ലേലൂയ. പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ എന്ത് ചെയ്തേനെ, കാര്യമായിട്ട് വന്നേനെ. എന്താ കർത്താവ് അങ്ങനൊന്നും ചെയ്യാതിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇതിനകത്തൂടെ നിന്നോട് എനിക്കൊരു സന്ദേശമുണ്ട്. ഞാൻ ഈ കല്യാണ വീട്ടിൽ എന്തുകൊണ്ടാ പോയേ? അത് മാത്രമല്ല, അവിടെ ഒരു വീട്ടിൽ ചെന്നു എന്ന് മാത്രമല്ല, ആ വീട്ടിൽ അടുത്തൊരു കുടുംബത്തിന് അടിസ്ഥാനം ഇടുക. ആ സമയത്താണ് യേശു അവിടെ ചെല്ലുന്നത്. അപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യം, നമ്മൾ ഈ ഉൽപ്പത്തിയിലേക്കൊന്ന് വന്നാൽ 2-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തിന് അടിസ്ഥാനം ഇടുക. ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് കുടുംബവും മറ്റൊന്ന് ദൈവസഭയുമാണ്. ഒന്ന് കുടുംബവും മറ്റൊന്ന് ദൈവസഭയുമാണ്. അപ്പൊ ഇത് രണ്ടും ദൈവം സ്ഥാപിച്ചത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. കുടുംബത്തിലൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, സഭയ്ക്കകത്തൂടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പൊ ഇത് രണ്ടും ദൈവം സ്ഥാപിച്ചപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടത്തിലൂടെ പോകുന്നതും ഈ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് കുടുംബം, 2 സഭ. ഏറ്റവും കൂടുതൽ പ്രതികൂലമുള്ളത്, ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ളത്, ഏറ്റവും കൂടുതൽ വെല്ലുവിളികളുള്ളത് ഈ 2 സ്ഥാപനങ്ങൾക്ക്. ഒന്ന് ഹല്ലേലൂയ കുടുംബത്തിനും മറ്റൊന്ന് സഭയ്ക്കുമാണ്. ഹല്ലേലൂയ. അതിന് കാരണം ദൈവമാണ് ഇതിനകത്തൂടെ പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇത് ദൈവം ഒരുക്കിയതായതുകൊണ്ട് ഇതിനെതിരെ വെല്ലുവിളിക്കുന്ന ഒരു എതിർ ഫോഴ്സ് ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കുടുംബം 2-ാം അധ്യായത്തിൽ തമ്പുരാൻ സ്ഥാപിക്കുക. സ്ഥാപിച്ചിട്ട് അവരോട് പറഞ്ഞൊരു പദമുണ്ട്. ആദ്യം ആദമിനോട് പറയുന്നത്, നീ സൂക്ഷിച്ചോണം. കണ്ടോ, ഒരു പ്രശ്നമില്ല കേട്ടോ. അസൂയപ്പെടാൻ അവിടെ ആരുമില്ല, എതിരെ പ്രവർത്തിക്കാൻ അവിടെ ആരുമില്ല, ഉപദ്രവിക്കാൻ അവിടെ ആരുമില്ല. അവർക്കൊരു പ്രശ്നമില്ല, വെല്ലുവിളികളില്ല, ബുദ്ധിമുട്ടുകളില്ല, പട്ടിണിയില്ല, ഒരു പ്രതിസന്ധിയുമില്ല. പക്ഷേ തമ്പുരാൻ പറയാ സൂക്ഷിച്ചോണം. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. കാരണം എൻ്റെ പദ്ധതി ഞാൻ എവിടെ ചെയ്യുമോ അതിന് എതിരായി നിൽക്കുന്ന ഒരു ഫോഴ്സ് എവിടെ ഉണ്ട്? ഭൂമിയിലുണ്ട്. ഇന്ന് പകലൊരു കാര്യം ഞാൻ പറയാം, ദൈവ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിനക്കെതിരെ ഒരു ഫോഴ്സ് ഈ ലോകത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം സൂക്ഷ്മതയുള്ള, അവർക്ക് പറ്റിയത് എന്താന്ന് ചോദിച്ചാൽ ഈ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം ആദമ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ നല്ല അനുഗ്രഹമായിരുന്നെങ്കിൽ 3-ാം അധ്യായത്തിൽ അതേ ദൈവ പദ്ധതിയെ പൊളിച്ചു. ദൈവം എത്ര മനോഹരമായി, എത്ര ക്രമീകൃതമായി, എത്ര അടുക്കിയെടുത്ത്, എത്ര ശക്തമായി ഉയർത്തപ്പെടാൻ ഒരുക്കിയതിനെ 3-ാം അധ്യായത്തിൽ എന്ത് ചെയ്തു? പൊളിച്ചു. 4-ാം അധ്യായത്തിൽ
പൊളിച്ചെടുത്ത് അവന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, അടുത്ത വരുന്ന ഹല്ലേലൂയ തലമുറ അത് അനുഗ്രഹിക്കപ്പെടരുത്. 4-ാം അധ്യായത്തിൽ അവന്റെ ലക്ഷ്യം അവൻ കണ്ടു. എന്താ കണ്ടത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിൽ തോറ്റ കുടുംബത്തിൽ 4-ാം അധ്യായത്തിൽ പിറന്ന തലമുറകളുടെ ഇടയിൽ പരാജയമുണ്ടായി. പക്ഷേ എനിക്കതല്ല എൻ്റെ വിഷയം. പരാജയം അവൻ ചെയ്തത് പോകട്ടെ, നിങ്ങൾ 5-ാം അധ്യായം ഒന്ന് പഠിച്ചു നോക്കണം. 5-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ എന്താ നടക്കുന്നത്? എനിക്ക് എൻ്റെ ആ പ്രാരംഭ ഭാഗം ഒന്ന് വായിച്ചാൽ നല്ലതാ. ദൈവത്തിന് സ്തോത്രം. അത് വായിക്കുമ്പം നമുക്ക് മനസ്സിലാകും ഹല്ലേലൂയ തമ്പുരാന്റെ പദ്ധതി. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു വിട്ടെ. ഉൽപ്പത്തി. ആ ആ ആ ആ ആ ആ മതി മതി മതി. ഞാൻ ചോദിക്കുന്ന, ഇത് വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നി? മറ്റേ കാര്യം വല്ലതും ചിന്ത വന്നോ? അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് വല്ല ചിന്തയും വന്നോ? ഈ വായിച്ചു കേട്ടതാണോ സംഭവം? എന്ത് പ്രതിസന്ധി നടന്ന കുടുംബമാ. പിശാച് കയറി, കുടുംബം ഉടച്ചു, വീട്ടിനകത്ത് കിടന്ന് തലമുറകളെ ഉടച്ചു. ഒരുത്തൻ മരിച്ചു, ഒരുവൻ കൊലപാതകനായി. എന്തിയേ ഈ വായിച്ചതിന് അതുവല്ലോ ഉണ്ടോ? അങ്ങനൊരു അധ്യായമില്ല, അങ്ങനൊരു അധ്യായമില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പ്രത്യേകത മനസ്സിലായോ? ശത്രു ചില കറുത്ത അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഒരുക്കിയതിനെ ഹല്ലേലൂയ സ്വർഗമുണ്ടല്ലോ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. ഗ്ലോറി. ചില വേദനയുടെ അധ്യായങ്ങളും മറക്കാൻ കഴിയാത്ത ഭാരത്തിന്റെ അധ്യായങ്ങളും ചില പരാജയത്തിന്റെ അധ്യായങ്ങളും നിന്റെ ലൈഫിൽ എഴുതി ചേർത്തു വയ്ക്കാൻ ശത്രു പദ്ധതി ഒരുക്കുമെങ്കിൽ ഇന്ന് പകൽ ഓർത്തോണം. അതിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ ഡിലൈറ്റ് ചെയ്യാൻ, അതിനെ ചെയ്ത് കളയാൻ, ഒരു ജയത്തിന്റെ അധ്യായം എഴുതാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. അവൻ ഇന്ന് പകൽ ചിലത് പുതിയത് നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ അവൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തമ്പുരാനിലൂടെ ഹല്ലേലൂയ, അത് തമ്പുരാന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഇന്നലത്തേത് ഹല്ലേലൂയ മായിക്കാൻ അവൻ വിശ്വസ്തനാ. നീ അതോർത്ത് ഈ പിശാച് എന്താ ചെയ്യുന്നത് വെച്ചാൽ പഴയത് ഓർപ്പിച്ച് പഴയത് പ്രൊജക്റ്റ് ചെയ്ത് നിന്നെ വേദനിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ പഴയത് പ്രൊജക്റ്റ് ചെയ്യിച്ച് വേദനിച്ച് നടക്കാനല്ല, ഇന്ന് പകൽ പുതിയതൊന്ന് ചെയ്യാൻ കഴിയുന്ന, പുതിയൊരു അധ്യായത്തിന് ആരംഭം കുറിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. ചിലതിനോടെങ്കിലും പറയുന്നു ഹല്ലേലൂയ, ഒരു പുതിയ അധ്യായം 26-ൽ നിന്റെ ലൈഫിൽ ആരംഭിക്കാൻ കഴിയുന്ന ഒരുവന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അത് റിസീവ് ചെയ്യാൻ നമ്മൾ ആ ലെവലിൽ കയറി വേണം. ഹല്ലേലൂയ, ശുശ്രൂഷ ഹല്ലേലൂയ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ലെവലിലേക്ക് കയറി വരണം. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ, ആ അധ്യായമേ കഴിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചവൻ ആദമെന്ന് പേരിട്ടു. ഹല്ലേലൂയ, ഹവ്വ ഹല്ലേലൂയ അവർക്ക് പ്രൈസ് ദി ലോർഡ് ഒരു സന്തതിയെ കൊടുത്തു, സേത്ത് എന്ന് പേരിട്ടു. പഴയത് ദൈവം കളഞ്ഞു. കണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞു. നോക്കിയേ, 5-ാം അധ്യായം അങ്ങനെ ചെയ്തപ്പം ഹല്ലേലൂയ 6-ാം അധ്യായം എന്താ ചെയ്തതെന്നറിയാമോ? ഹല്ലേലൂയ, സെയിം സാധനം. നോക്കിക്കേ, അടുത്തവൻ കയറി. അവൻ ചെയ്യുന്ന എവിടാന്നറിയാമോ? മനുഷ്യർ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യ. ഇപ്പൊ നോക്കിക്കേ, ഒരേ
പ്ലേസ്. ദൈവം എവിടെ പ്രവർത്തിക്കും അവിടെ ആര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക? പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. തമ്പുരാൻ എവിടെ പദ്ധതി ഒരുക്കുമോ അവിടെ പിശാച് പ്രവർത്തിക്കുക. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങളിലൂടെ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ തലമുറകളോ ഇന്ന് പകലിൽ ഈ തിരുവചനം കേൾക്കുന്നെങ്കിൽ നിന്നോട് ഞാനൊരു ദൂത് പറയാം. നീ യഹോവയ്ക്ക് വേണ്ടവനാ. നിന്റെ വീട്ടിനകത്ത് യഹോവയ്ക്ക് ഒരു പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് പകൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ യഹോവയുടെ മഹത്വം വെളിപ്പെടാനിടയാകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം പഴയ നിയമത്തിൽ നമ്മൾ ഈ ഉൽപ്പത്തിയിൽ പഠിക്കുന്നത് പണിയുന്നൊരു ദൈവം നിൽക്കുന്നു, പൊളിക്കുന്ന. ഹല്ലേലൂയ. ഒരു സൈഡിൽ കൂടെ പണിതുകൊണ്ട് വരും, മറു സൈഡിൽ കൂടെ അവൻ എന്ത് ചെയ്യും? പൊളിച്ചു കളയും. ഇങ്ങനെ പണിതും പൊളിച്ചും ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറത്ത് ഹല്ലേലൂയ ചിലത് പ്രാപിക്കാൻ മാത്രമല്ല. ഞാൻ ഈ അടുത്ത സമയത്തൊക്കെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ഈ ദൈവമക്കൾ പ്രാപിക്കാറുണ്ട്, പക്ഷേ പ്രാപിക്കുന്നതിന് തക്കവണ്ണം പലപ്പോഴും നിലനിൽക്കാറില്ല. ഹല്ലേലൂയ. ഒരു സൈഡിൽ കൂടെ നമ്മൾ പ്രാപിച്ചതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ എവിടെ ചെല്ലേണ്ടതാ, പക്ഷെ എവിടെയോ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ലീക്കാകുന്ന ഒരു അനുഭവമുണ്ട്. എവിടെയോ ഇത് ചോർച്ച പറ്റുന്നു. അപ്പൊ ആദ്യം പ്രാപിക്കുവല്ല ചെയ്യേണ്ട, പിന്നെ ചോർച്ച എന്ത് ചെയ്യണം? ചോർച്ച അടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ചോർച്ച അടച്ചാൽ ഹല്ലേലൂയ ആ പ്രാപിക്കുന്ന മേഖലയ്ക്കൊത്ത് കയറിപ്പോകാൻ ദൈവം ഇടയാക്കും. പോകട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറി വരാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പണിയുന്ന ദൈവം ഒരു സൈഡിൽ നിൽക്കുന്നു, പൊളിക്കുന്ന പിശാച് മറു സൈഡിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പഴയ നിയമത്തിന്റെ താളുകളിലെല്ലാം ദൈവ പദ്ധതി അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? പൊളിച്ചോണ്ടേയിരുന്നു. അപ്പം ദൈവ പദ്ധതിയെ പൊളിച്ചോണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ജനം എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന ഒരു ജനത്തെയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് കാണുന്നത്. അതുകൊണ്ട് കർത്താവ് വെളിപ്പെടുമ്പോൾ, യേശു കയറി വരുമ്പോൾ, യേശു അതേ ഒരു വീട് സെലക്ട് ചെയ്ത് അവിടേക്ക് വരുമ്പോൾ ഇവൻ കൈമാറുന്നൊരു സന്ദേശം നിങ്ങൾ പൊളിക്കുന്നതല്ല കണ്ടിട്ടുള്ളൂ, അതേ തകർക്കുന്നതല്ല കണ്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ വന്നത് പൊളിക്കാനല്ല, പിന്നെന്തിനാ? ഞാൻ പണിയാനാ വന്നേ. നീ സങ്കടപ്പെടണ്ട, നീ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്ക. ഹല്ലേലൂയ. ചിലത് ഞാൻ പണിത് തരാം. പ്രൈസ് ദി ലോർഡ്. കാനാവിലെ കല്യാണ വീട്ടിൽ ജനത്തോട് കൈമാറുന്നൊരു പ്രത്യേക സന്ദേശം, ചില ഇടിവുകളും ചില ഹല്ലേലൂയ പരാജയങ്ങളും ചില സങ്കടങ്ങളും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ജനത്തോട് പറയാ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ക്ഷീണിക്കേണ്ട, നിങ്ങൾ തകരേണ്ട. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ പണിയാൻ കഴിയുന്ന ഒരുവനാ ഞാൻ. നിങ്ങൾ എന്നോടൊന്ന് ചേർന്ന് നിൽക്ക. ഈ ദിവസങ്ങളിൽ ചില ദൈവ പ്രവൃത്തി കാണാൻ അവൻ ആ സന്ദേശം ആ ഭവനത്തിലൂടെ കൈമാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം അതേ ബോർസ്മൗത്തിലുള്ള ദൈവമക്കളോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ഹല്ലേലൂയ ഈ നാളുകളിൽ നീ കർത്താവിനോട് ചേർന്ന് നിൽക്ക. ഹല്ലേലൂയ. ശത്രു അണിയറയിൽ ചലിക്കുന്ന, ശത്രു ചിലതൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകൾ നീ അറിയാതെ പൊളിച്ചടുക്കി നിന്റെ ലൈഫിലെല്ലാം ചെയ്യാൻ കഴിയുന്നവന്റെ സാന്നിധ്യം ഇന്ന് പകൽ അവനോടൊന്ന് ചേർന്ന് നിൽക്കാനുള്ള ഒരു വെളിപ്പാട് നമ്മുടെ മേലൊന്ന് പകരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കയറാം. ഹല്ലേലൂയ. കല്യാണ വീട് എന്ന് പറയുന്നതൊരു സാധാ വീടല്ല. അത് ഏത് വീടും സന്തോഷപരമായ വീടാണ് കല്യാണ വീട്. എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ
മാറുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ കല്യാണം വരുമ്പോഴാണ്. ഒരു കല്യാണം വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖമോ എന്തെങ്കിലും പ്രയാസമോ ഒക്കെ ഉണ്ടെങ്കിൽ മാറി ഒന്ന് സന്തോഷിക്കുന്ന രംഗമാണ് കല്യാണം. കല്യാണത്തിന് വീടുകളിൽ സന്തോഷമാണ്. വചനവും അങ്ങനെ പറയുന്നത്. അത് അബ്രഹാമിൻ്റെ വീട്ടിൽ സാറായി മരിച്ച ദുഃഖമുണ്ടായിരുന്നു. പക്ഷെ സാറായി മരിച്ച ദുഃഖം മാറിയത് ഇസഹാക്കിൻ്റെ കല്യാണം നടന്നപ്പോഴാണ്. ഇസഹാക്ക് കല്യാണം കഴിച്ച് റബേക്ക വന്നപ്പോൾ സാറായിയുടെ മരണദുഃഖം അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തെങ്കിലും ദുഃഖമോ എന്തെങ്കിലും പിണക്കമോ എന്തെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ മാറുന്നത് കല്യാണമാണ്. ഇപ്പം കല്യാണം എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. അതുപോലെ സന്തോഷിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുടുംബം. ആ വീട്ടിലെ അച്ഛനും അമ്മാമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷകരമായി സ്വപ്നം കാണുന്ന പോലെ അവർക്ക് കഴിയുന്നത് പോലെ അല്ല, അവരുടെ പ്രാപ്തിക്ക് മീതെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കാര്യങ്ങളൊക്കെ അടുക്കിയെടുത്ത് അല്ലെങ്കിൽ അവർ ഗംഭീരമാക്കാവുന്നിടത്തോളം അവർ ഈ കല്യാണം എന്ത് ചെയ്തു? ഗംഭീരമാക്കി. മാനുഷികമായിട്ട് അവർ ചെയ്തവരോട് ചോദിച്ചും മറ്റുള്ളവരോട് അന്വേഷിച്ചും അവർക്ക് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. ചെലവിടാവുന്നത് മുഴുവൻ ചെലവിട്ടു. കടം വാങ്ങിച്ചാണെങ്കിലും എങ്ങനായെങ്കിലും അവർ ഗംഭീരമാക്കി. കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കിയിട്ട് കല്യാണത്തിന് വേണ്ടി അവരിയ്ക്കുമ്പോൾ അവരുടെ മനസ്സ് പറഞ്ഞു കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പം ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കും. വലിയൊരു സമൂഹം ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ്. വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. വീട്ടുകാർക്ക് സന്തോഷം, വന്നവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ഈ സന്തോഷത്തിനകത്തവർ നിൽക്കുമ്പോൾ അവരറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹല്ലേലൂയ, ഒരു പാത്രം, സന്തോഷത്തിൻ്റെ പാത്രമാണല്ലോ വീഞ്ഞ് പാത്രം, വീഞ്ഞ് തീരാനായി തുടങ്ങി. അപ്പൊ വീഞ്ഞ് പെട്ടെന്ന് തീരുകയാണ്. തീരാറായപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും അടുത്ത ആളാണ് കലവറയിൽ നിൽക്കുന്നത്. പുള്ളിയുടെ ഉള്ളിൽ വേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പുറത്തെല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കുഴപ്പമില്ല, അവർ നല്ല ഗംഭീരമായി ആനന്ദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുക? വേദനയാണ്. പെട്ടെന്ന് പെണ്ണിൻ്റെ അല്ലെങ്കിൽ ചെറുക്കൻ്റെ അപ്പനെയും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, സംഭവം വീഞ്ഞെന്തായി? അയ്യാ, എന്നാ തീ കയറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അവരിങ്ങനെ എല്ലാവരോടും ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ ഉള്ളിൽ എന്തുവാ? വേദനയാണ്, പ്രശ്നമാണ്. ഹല്ലേലൂയ. സത്യത്തിൽ ഈ വേദന എല്ലാം കൂടെ കയറി വരുമ്പം, ഹല്ലേലൂയ, ഈ നോക്കിക്കേ, ഞാൻ പറയട്ടെ, സന്തോഷത്തിന്റെ നടുവിൽ ഏറ്റവും ഉള്ളിൽ ഒരു വേദന ആരംഭിച്ചു. ഇതറിഞ്ഞത് മറിയാണ്. മറിയ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പറാണ്. അതുകൊണ്ട് മറിയ അറിഞ്ഞു. പക്ഷെ മറിയയ്ക്കറിയാം ഇതിനകത്ത് വന്നേക്കുന്ന ഇനിയും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടെങ്കിലും മന്ത്രി ഉണ്ടെങ്കിലും രാജാക്കന്മാരുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാനൊക്കെയല്ല. പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ട്. കാരണം ഒരിക്കലൊരു ദൂതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞതാ, മറിയേ, ഹല്ലേലൂയ, നിന്റെ ഉദരത്തിൽ ഒരു ദൈവപുത്രൻ എന്ത് ചെയ്യാൻ പോകുക? ജനിക്കാൻ പോകുക. ഉയരത്തിന്ന് പരിശുദ്ധാത്മാവ് നിന്റെ ഗർഭപാത്രത്തിൽ വരും. ആ പരിശുദ്ധാത്മാവിൽ ഒരു മകൻ ജനിക്കും. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ മറിയയ്ക്കറിയാം, ഇവിടെ വന്നിരിക്കുന്ന ആയിരങ്ങളുടെ നടുവിൽ, 10,000ങ്ങളുടെ നടുവിൽ ഒരുവനുണ്ട്, അവനെല്ലാം ചെയ്യാൻ കഴിയുന്നവനാണ്. പറഞ്ഞിരിക്കുന്ന അവിടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചെന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേദന അവർക്ക് വേദനയല്ലാതായി തീർന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, അതിന് കാരണം മറ്റൊന്നുമല്ല. ഈ കല്യാണത്തിന് നടക്കുന്ന ആദ്യ
ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കല്യാണത്തിന് ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കുക. അപ്പനും അച്ഛനും അമ്മാമ്മയും പിള്ളേരൂടെ നിരന്നിരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാ. അപ്പൊ ആദ്യം ഹല്ലേലൂയ ഒരു ലിസ്റ്റ് എഴുതും. നമ്മളൊക്കെ വീടുകളിൽ ചെയ്തിട്ടുണ്ട് അറിയോ, ഒരു ഡയറി എടുത്ത് വയ്ക്കും, അല്ലെ ഒരു പേപ്പർ എടുത്ത് വയ്ക്കും. ഒന്നാമത് വീട്ടിൽ നടക്കുന്നത് കല്യാണത്തിന് ആരെ വിളിക്കണം, ആരെ വിളിക്കണം തീരുമാനിക്കും. തീരുമാനിക്കാൻ ഇരിക്കുമ്പം ആദ്യം എഴുതുന്ന കുറെ പേരുകളുണ്ട്. അത് അച്ഛനും അമ്മാമ്മയ്ക്കും പിള്ളേർക്കും എല്ലാവർക്കും കോമണായി അവോയ്ഡ് ചെയ്യാനൊക്കാത്ത ഏറ്റവും പ്രത്യേകതയുള്ളവരാണ് ആദ്യത്തെ പേരുകളിൽ വരുന്നത്. അത് അമ്മാച്ചനുണ്ടാകാം, ഉപ്പാപ്പനുണ്ടാകാം, അത് അപ്പച്ചനുണ്ടാകാം, അത് അമ്മച്ചി ഉണ്ടാകാം, ഇവരാണ്. അപ്പൊ ഈ പേരുകൾ എഴുതിയിട്ട് പിന്നാണ് അപ്പന് താല്പര്യമുള്ളവരെ വിളിക്കും, അമ്മയ്ക്ക് താല്പര്യമുള്ളവരെ വിളിക്കാം, പിള്ളേർക്ക്. അപ്പൊ അത് അവരുമായി ബന്ധപ്പെട്ട ഈ കോമൺ ലിസ്റ്റ് എഴുതാൻ അങ്ങോട്ട് ഇരുന്ന ഉടനെ നമ്പർ 1 എന്നിട്ടപ്പം ഈ വീട്ടിലുള്ള അപ്പനും അമ്മയും മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഒരു പേര് പറഞ്ഞു. അതാ 2ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുവിനെയും അവൻ്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പേരെഴുതാതിരുന്നതും ഹല്ലേലൂയ ഹല്ലേലൂയ അച്ഛൻ പറഞ്ഞു, ഹല്ലേലൂയ നമുക്ക് അവോയ്ഡ് ചെയ്യാനൊക്കാത്ത ഒന്നാമത് വിളിക്കേണ്ട ഒരാളുണ്ട്. ഉടനെ അമ്മ പറഞ്ഞു, അല്ലല്ല, ഒന്നാമത് വിളിക്കേണ്ട മറ്റൊരാളുണ്ട്. ഹല്ലേലൂയ. പിള്ളേരെല്ലാം പറഞ്ഞു, ആരെ വിളിച്ചില്ലെങ്കിലും നമ്മൾ ഒന്നാമത് വിളിക്കേണ്ട ഒരാളുണ്ട്. ആരാ? എല്ലാവരും പറഞ്ഞു ഒരൊറ്റ ഒരാളുടെ പേരാരാ? യേശു. ആ വീട്ടിൽ അവോയ്ഡ് ചെയ്യാനൊക്കാത്ത ഒരാളുണ്ടായിരുന്നു. ഗ്ലോറി ടു ജീസസ്. ആ വീടിൻ്റെ ഫുൾ കൺട്രോൾ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ടായിരുന്നു. ആ വീട്ടുകാരുടെ എല്ലാം ചങ്കിനകത്തൊരുവന്റെ പേരുണ്ടായിരുന്നു. അവരുടെ ബ്ലഡിൽ വ്യാപരിച്ച ഒരു പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ വീടിനകത്ത് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒരുവനുണ്ടായിരുന്നു. അതാരാന്ന് ചോദിച്ചാൽ അത് യേശുവായിരുന്നു. അതുകൊണ്ട് അവർ ഒന്നേന്ന് എഴുതി യേശുവും ശിഷ്യന്മാരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവർ യേശുവിനെ വിളിച്ചത് ഹല്ലേലൂയ വീഞ്ഞ് തീർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായിട്ടല്ല അവർ യേശുവിനെ വിളിച്ചത്. പ്രതിസന്ധി വരാൻ കഥ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടല്ല അവർ യേശുവിനെ വിളിച്ചത്. ജീവിതത്തിൽ വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടല്ല അവർ യേശുവിനെ വിളിച്ചത്. അവരുടെ വീട്ടിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു വ്യക്തിയായി യേശു നിന്നതുകൊണ്ട് അവർ വിളിച്ചത്. ഒരു വീടിന്റെ ചരിത്രം തീരുമാനിക്കുന്നത്, ഒരു വ്യക്തിയുടെ ചരിത്രം തീരുമാനിക്കുന്നത്, നിന്റെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ വീടിന്റെ സിറ്റുവേഷൻ തീരുമാനിക്കുന്നത് ഹല്ലേലൂയ നിന്റെ ജോലിയല്ല, ഹല്ലേലൂയ നിന്റെ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, നിന്റെ ക്വാളിഫിക്കേഷൻ അല്ല, നിന്റെ ജീവിതത്തിന്റെ മറ്റൊന്നുമല്ല. അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിത്വമായി നിന്റെ വീട്ടിനകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ. നിനക്ക് ഭയപ്പെടാനില്ല, നിനക്ക് സങ്കടപ്പെടാനില്ല, നിനക്ക് ടെൻഷൻ അടിക്കാനില്ല. കാരണം അവൻ എല്ലാറ്റിനും മതിയായവനാണ്. നമ്മളെപ്പോഴാ വിളിക്കുന്നേ? നമ്മളെപ്പോഴാ വിളിക്കുന്നേ? നിങ്ങളെപ്പോഴാ വിളിക്കുന്നേ? ബ്രദർ എപ്പോഴാ വിളിക്കുന്നേ? സിസ്റ്റർ എപ്പോഴാ യേശുവിനെ വിളിക്കുന്നേ? പ്രശ്നം വരണം. വീഞ്ഞ് തീരാൻ തുടങ്ങിയെന്ന് അകത്തുനിന്നൊരു സന്ദേശം വന്നപ്പോൾ ഇവിടെ എന്തോ തുടങ്ങി? വിളി തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകലതങ്ങ് മാറ്റുക, ഇന്ന് പകലതങ്ങ് മാറ്റുക. എൻ്റെ ലൈഫിൽ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒരാളായി യേശു മാറുക. നിന്റെ ചരിത്രം മാറാൻ പോവുക,
നിന്റെ തലമുറയുടെ ചരിത്രം മാറാൻ പോവുക. അർക്കമനഘടക ഷൈഡരഗജസ്കനാദികൾ. ഹല്ലേലൂയ. ചിലത് അവോയ്ഡ് ചെയ്താലും ഇത് അവോയ്ഡ് ചെയ്യരുത്. ഹല്ലേലൂയ. ചിലത് മാറ്റിവെച്ചാലും ഇത് മാറ്റിവെക്കരുത്. ഉടബാരഗജസ്കന. സത്യത്തിൽ ഈ ഭവനത്തിൻ്റെ ചരിത്രം മാറ്റിയത് ആ ഒരൊറ്റ തീരുമാനമാണ്, ആ ഒരൊറ്റ വിളിയാണ് ഈ ഭവനത്തിൻ്റെ ചരിത്രം മാറ്റിയത്. ആ ഭവനത്തിൻ്റെ സിറ്റുവേഷൻ മാറ്റിയത് ഒരൊറ്റ വിളിയാണ്. ഇന്ന് പകൽ ദൈവ പൈതലേ, നമ്മുടെ ഒറ്റ വിളിയുണ്ടല്ലോ, ഹല്ലേലൂയ, ചില ചരിത്രങ്ങളെ വഴിമാറ്റും, ചില വെല്ലുവിളികളെ പൊളിച്ചടുക്കും, ചില പോരാട്ടങ്ങൾക്ക് നടുവിൽ നിന്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു വിളിയുണ്ട് ദൈവ പൈതലേ. ക്രിസ്തു കേന്ദ്രീകൃതമായ വ്യക്തിത്വങ്ങൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തു ബന്ധത്തിന്റെ ആഴമുള്ളവർ സഭകൾക്കകത്ത് എഴുന്നേൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന ഒരു വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ക്രിസ്തു സാന്നിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ക്രമീകൃതമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ ലൈഫിൽ യേശുവിൻ്റെ സാന്നിധ്യം എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ഇന്ന് പകലത് പിടിച്ചോണ്ടേ പോകാവൂ. ഹല്ലേലൂയ. അത് പിടിച്ചോണ്ടേ പോകാവൂ. അത് നിന്റെ ചരിത്രം മാറ്റുന്നതാ, അത് നിന്റെ ലൈഫിനെ മാറ്റാൻ പോകുകയാ. ഞാൻ പറയട്ടെ, ഈ കനാവിലെ കല്യാണ വീട്ടിൽ ആ ഭവനം ഒരു വലിയ ക്രമീകരണം ചെയ്തു കേട്ടോ. എന്തുവാന്നറിയാമോ? നാട്ടുകാരെയൊക്കെ വിളിച്ചു, കാര്യങ്ങളൊക്കെ വിളിച്ചു, നല്ല സെറ്റപ്പ് ആക്കി. എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ, വളരെ ഗംഭീരമായിരിക്കും. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്ത് നല്ലൊരു ക്രമീകരണം ചെയ്തു. നോക്കിക്കേ, ഇവരിത്ര മാന്യമായ ഒരു ക്രമീകരണം ചെയ്തപ്പോൾ പിശാച് ഇപ്പുറത്ത് അണിയറയിൽ വേറൊരു ക്രമീകരണം ചെയ്തു. അവനെന്താ ക്രമീകരിച്ചേ? ഇതെന്ത് ചെയ്യുക? ഇവൻ മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ചെയ്തത്, അവന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ചെയ്തത്, അവന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണം ചെയ്തത്. ഇപ്പുറത്ത് അവനെ അപമാനിക്കാൻ, അവന്റെ തല താഴ്ത്താൻ, അവനെ നിന്ദിക്കാൻ, അവനെ താഴ്ത്താൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നോളാം മോനെ, കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവനെ അപമാനിക്കാൻ എന്ത് ചെയ്തു? പിശാച് അപ്പുറത്തൊരു പദ്ധതി ചെയ്തു. ഈ മനുഷ്യൻ ഇത് അറിഞ്ഞോ? അറിഞ്ഞില്ല. അറിയാമോ? നമ്മൾ പലപ്പോഴും വന്നു കയറുമ്പോഴാണ് കാര്യം അറിയുന്നത്. നീ അറിയാതെ നിനക്കെതിരെ ശത്രു എന്തൊക്കെ ഒരുക്കി വയ്ക്കുന്നുണ്ട് നിനക്കറിയാമോ? അറിയണ്ട, അതറിയണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. അവന്റെ മാക്സിമം ബുദ്ധി, ഭൗതികം, ആത്മീയം, ബന്ധങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ക്രമീകരണം ചെയ്യുമ്പോൾ ഇതിനെ പൊളിക്കാൻ ഇപ്പുറത്ത് പിശാച് മറ്റൊരു ക്രമീകരണം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഈ മനുഷ്യന്റെ ഒറ്റ വിളി, ഹല്ലേലൂയ, ഒറ്റ വിളി ഈ പദ്ധതിയെ മുഴുവൻ എന്ത് ചെയ്തു? പൊളിച്ചടുക്കി. ശബലഘടകച്ചസ്. ഇത് ചെറുതല്ല ദൈവമക്കളെ. ദൈവിക ബന്ധം എന്ന് പറയുന്നത് ചെറുതല്ല. ഈ ഒരു തലമുറ കേറി വന്നത് വെറുതെ കേറി വന്നതല്ല. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിന്റെ സമ്പന്നത കൊണ്ട് കേറി വന്നതല്ല, ധനത്തിന്റെ മഹത്വം കൊണ്ട് കേറി വന്നതല്ല. അവരുടെ വിളിയുടെ ശക്തി
വ്യക്തിയാണ് അടുത്തൊരു തലമുറയെ പണിതുയർത്തിയതെങ്കിൽ ഇന്ന് പകലും ഹല്ലേലൂയ ഒരു ദൂത് കൈമാറാൻ എൻ്റെ കയ്യിൽ ആത്മാവ് തന്നതെന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നീ ഒന്നുകൂടെ ഒന്ന് സമർപ്പിച്ചു വിളിക്കാൻ റെഡി ആയിക്കോ. അടുത്തൊരു കാലഘട്ടം നിന്റെ സിറ്റുവേഷൻ മാറ്റി, നിന്റെ നിലവാരം മാറ്റി, നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനെതിരെ ഇത്ര കാര്യമായിട്ട് കാര്യം ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാര്യങ്ങൾ അവൻ ഒരുക്കിയ കാര്യം ഗംഭീരമായി നടന്നു വരിക, സന്തോഷിച്ചോണ്ട് വരിക. ഈ സന്തോഷിച്ചോണ്ടിരിക്കുമ്പം നമുക്ക് ഈ സന്തോഷത്തിൻ്റെ നടുവിൽ ദുഃഖം വരാൻ അധികം സമയമൊന്നും വേണ്ട. നമുക്ക് പലപ്പോഴും ഈ ദുഃഖത്തിൽ വന്നാൽ പിന്നെ നമ്മളങ്ങ് ദുഃഖത്തിൽ മുങ്ങും. സന്തോഷം വന്നാലോ പിന്നെ നമ്മൾ നിലത്ത് നിൽക്കുകയല്ല. ഇതാ നമുക്കുള്ളൊരു പ്രശ്നം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിനെ ഒന്ന് ടാലി ചെയ്യാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ദുഃഖം വരാൻ ഞാനിപ്പോൾ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ദുഃഖം വരാൻ അധികമൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു സാധനമായിട്ട് അങ്ങോട്ട് ചെന്ന് ഒരു ഡോക്ടർ ഇവിടെ ഒരു അടയാളം കണ്ടു, അതും കൊണ്ട് ഡോക്ടർ എടുത്തോട്ട് ചെന്നപ്പോൾ പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, അത് അവിടെ നിന്ന് ഒരു ഇച്ചിരി എടുത്തൊന്ന് ബയോപ്സിക്ക് എന്ത് ചെയ്യണം, അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ സകല പരിപാടി എന്ത് ചെയ്തു? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ സകല സന്തോഷം എന്ത് ചെയ്തു? പൊളിച്ചടുക്കി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ദൈവ സാന്നിധ്യം എൻ്റെ മേൽ ഇടിച്ചു നിൽപ്പുണ്ടെങ്കിൽ ഗ്ലോറി, ഡോക്ടർ എന്നാ പറഞ്ഞ എനിക്കെന്നാ? എൻ്റെ ആയുസ് തീരുമാനിക്കുന്ന ആരാ? ഹല്ലേലൂയ, മെഡിക്കൽ സയൻസ് അല്ല, ഇവിടുത്തെ ഡോക്ടേഴ്സ് അല്ല. എൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് അല്ല, ഇവിടുത്തെ നിയമങ്ങളല്ല. എൻ്റെ ഭാവി കുറിക്കുന്ന ഒരുവൻ, എൻ്റെ തലമുറയുടെ ഭാവി കുഴിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അവൻ എൻ്റെ കൂടുണ്ടെന്നുള്ളൊരു ബോധ്യത. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ, ഈ സന്തോഷത്തിലിരിക്കുമ്പോൾ ഇപ്പുറത്ത് ശത്രു ഒരുക്കിയ സങ്കടം. അവൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഹല്ലേലൂയ, വീഞ്ഞു തീരുക, നാളെ ഈ മനുഷ്യൻ ഹല്ലേലൂയ തലയും പൊക്കി നാട്ടിൽ എന്ത് ചെയ്യരുത്, നടക്കരുത്, സന്തോഷത്തോടെ പോകരുത്, വേദനയോടെ അവൻ നടക്കണം, അവൻ തല താഴ്ത്തി നടക്കണം, അവൻ അപമാനിക്കപ്പെട്ട് നിൽക്കണം, അവൻ താഴ്ത്തി നിൽക്കണം എന്നൊക്കെ നിൽക്കുമ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ കർത്താവ് അതിൻ്റെ നടുവിൽ അവൻ്റെ ഒറ്റ വിളി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിച്ചടുക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, നിൻ്റെ ഒരു വിളിക്ക് പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. വർഷിപ്പിന് വന്ന് വർഷിപ്പ് ലീഡർ പറയുമ്പോൾ വിളിക്കുന്ന വിളിയല്ല, മറിച്ച് ആന്തരികമായി നിൻ്റെ നടപ്പിലും കിടപ്പിലും നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അകത്തൊരുവനെ ഉൾക്കൊണ്ടുകൊണ്ട് നീ വിളിക്കുന്ന ചില വിളികളുണ്ടല്ലോ, ദേശത്തിൻ്റെ ചില കെട്ടുകൾ അഴിക്കും. അത് ദേശത്തിനൊരു വിടുതലായി തീരും. അത് ദേശത്തൊരു പ്രവൃത്തിയായി മാറും. നിനക്കും നിന്റെ തലമുറയ്ക്കും വിരോധമായി ശത്രു ഈ പകലിലും അതേ പണിതുയർത്തുന്ന ചില പദ്ധതികളെ അതേ പൊളിച്ചടുക്കാൻ ഹല്ലേലൂയ ദൈവ പൈതലേ, നിന്റെ ഒരൊറ്റ വിളി മതി. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതേ പിറ്റേ ദിവസം നാട്ടിൽ അതേ ഹല്ലേലൂയ ശത്രു ഇങ്ങനെ തലയും കൂർപ്പിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇവനെക്കുറിച്ചുള്ളൊരു അപമാനം കേൾക്കാൻ, ഇവനെക്കുറിച്ചുള്ളൊരു സങ്കടം കേൾക്കാൻ, ഇവനെക്കുറിച്ചുള്ളൊരു പ്രയാസം കേൾക്കാൻ ശത്രു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം എന്താ അവിടെ കേൾക്കുന്നത്?
അടുത്തുള്ളവരെ പറയുന്നു, നമ്മൾ ധാരാളം കല്യാണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനൊരു കല്യാണത്തിന് പോയിട്ടില്ല. സാധാരണ നമ്മൾ കല്യാണത്തിന് ചെന്നാൽ ആദ്യം ലഹരിയുള്ളത് തരും, പിന്നെ കുറച്ച് കഴിയുമ്പം ഇതിനകത്ത് വെള്ളം കൂടുതൽ മിക്സ് ചെയ്തിട്ട് അതേ ലഹരി ഇല്ലാത്ത തരും. അങ്ങനെ നമ്മൾ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കല്യാണത്തിന് ചെന്നപ്പം ആദ്യം തന്നതിനേക്കാൾ ലഹരി ഉള്ളത് പിന്നെ തരുന്നു. നോക്കിക്കേ, വീഞ്ഞിൻ്റെ ലഹരി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സന്തോഷമാണല്ലോ വീഞ്ഞ്, ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം. ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം എന്താന്ന് ചോദിച്ചാൽ, ഗ്ലോറി, നിന്റെ സന്തോഷത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതല്ല, അതിനെ ഉയരത്തിലേക്ക് വരുത്താൻ കഴിയുന്നതാ. ഇന്ന് പകലിൽ എത്ര പേരുടെ ഉള്ളിൽ ഈ ഗ്രാഫ് ഉയരത്തിലേക്ക് പോകുന്നുണ്ട്? ഇല്ലെങ്കിൽ ഈ പകലിൽ ഹല്ലേലൂയ ചില ടെൻഡൻസിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിന്റെ ലൈഫിൽ നിന്റെ സന്തോഷത്തിൻ്റെ ഗ്രാഫ് ഉയരത്തിലേക്ക് പോകണം. അതിനൊന്ന് വിളിക്കാനുള്ളൊരു മനസ്സ്, അവനെ ഒന്ന് വിളിക്കാൻ, അവനോട് ചേർന്ന് നിൽക്കാൻ, അവനുമായി ഒന്ന് കൈ കൊടുക്കാൻ, അവനെ ഒന്ന് സ്നേഹിക്കാൻ, അവനോടൊന്ന് ചേർന്ന് നിൽക്കാൻ, അതേ ലൈഫിനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, എഴുതി വെച്ചോ, 26 ഏപ്രിൽ മാസം, അതേ ഈ 2-ാം ആഴ്ചയിൽ ആത്മാവ് പറയുന്നു, നിന്റെ ഗ്രാഫ് താഴോട്ടല്ല, നിന്റെ ഗ്രാഫ് ഉയരത്തിലേക്ക് പോകത്തക്കവണ്ണം ആത്മാവ് നിന്റെ സന്തോഷത്തെ അതേ നിയന്ത്രിക്കത്തക്കവണ്ണം ഒരു ദൈവിക പദ്ധതി തുറക്കാൻ ഇന്ന് പകൽ നിന്റെ ദൈവം വിശ്വസ്തനാ. Praise the Lord. Praise the Lord. പക്ഷേ ഹല്ലേലൂയ, ആന്തരികമായി കർത്താവുമായി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. സങ്കടം വരുമ്പോൾ വിളിക്കുകയല്ല, ഹല്ലേലൂയ, കഷ്ടത വരുമ്പോൾ വിളിക്കുകയല്ല, വിഷയങ്ങൾ ഉള്ളപ്പോൾ വിളിക്കുകയല്ല, ഹല്ലേലൂയ, ജീവിതത്തിൽ ഹല്ലേലൂയ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയായി, ഹല്ലേലൂയ, ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി, ജീവിതത്തിൻ്റെ ഭാഗമായി, വീടിൻ്റെ പാർട്ടായി, ഹല്ലേലൂയ, വീടിൻ്റെ ഭാഗമായി, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗമായി കർത്താവിനെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയുന്ന ലെവലിൽ ഇന്ന് പകൽ നമ്മുടെ ലൈഫിനെ ഒന്ന് പണിതെടുക്കാൻ എത്ര പേർ ഇതിനകത്ത് തയ്യാറാകുമോ? ഹല്ലേലൂയ. തുടർന്ന് നിന്റെ ഭാവി ആ കർത്താവ് തീരുമാനിക്കും. നിന്റെ വീടിൻ്റെ സിറ്റുവേഷൻ ആ കർത്താവ് തീരുമാനിക്കും. ആ നിന്റെ ജീവിതത്തിൻ്റെ അടുത്ത ലെവൽ എൻ്റെ കർത്താവ് തീരുമാനിക്കും. കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഹല്ലേലൂയ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ മറ്റൊന്നുമല്ല, ഹല്ലേലൂയ 86 ഹല്ലേലൂയ ഒരു വിളി വിളിച്ചതാണ്. വിളി, എൻ്റെ കർത്താവേ എന്നൊരു വിളി വിളിച്ചൊന്നടുത്തതാ. ഹല്ലേലൂയ, അതെൻ്റെ ചരിത്രം മാറ്റി കേട്ടോ. അതെൻ്റെ ചരിത്രം. ഇവിടെ വന്നതൊന്നും ഒരു വലിയ അത്ഭുതമായി ഞാൻ കാണുന്നില്ല. ഇതിനേക്കാളൊക്കെ എത്രയോ അത്ഭുതം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റി, എൻ്റെ തലമുറയുടെ ചരിത്രം മാറി. ഹല്ലേലൂയ, അതിന് മറ്റൊന്നും ആധാരമല്ല, ഫൈനാൻസ് അല്ല, വിദ്യാഭ്യാസമല്ല, കഴിവല്ല. ഹല്ലേലൂയ, 86 ചെങ്ങന്നൂരിൽ വെച്ച് ഞാൻ ഒരു വിളി വിളിച്ചു, ഇനിയും എനിക്ക് യേശു മതി. എൻ്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം മുഴുവൻ എൻ്റെ യേശുവിന് കൈമാറി. ഇന്ന് പകൽ യേശുവിനോട് ചേർത്ത് നിൽക്ക്. ഹല്ലേലൂയ. ഈ യുകെയിൽ നിന്റെ ലൈഫിനെ മാറ്റുന്ന ഒരു സാന്നിധ്യം, നിന്റെ തലമുറയുടെ ലൈഫിനെ മാറ്റുന്ന ഒരു സാന്നിധ്യം, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ മാറ്റുന്ന ഒരു സാന്നിധ്യം ഇതിനകത്തുണ്ട്. അത് മഹത്വപൂർണമായി വെളിപ്പെടാൻ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു അപമാനിക്കാൻ, നിന്റെ തല താഴ്ത്താൻ, നിന്നിൽ ക്ഷീണമിടാൻ, നിന്നിലൊരു പരാജയമിടാൻ പലപ്പോഴും ശത്രു നീ പ്രതീക്ഷിക്കുന്ന പല സ്ഥാനത്തും അതേ പരാജയമിട്ട് നിന്റെ തല താഴ്ത്താൻ അവൻ പദ്ധതി ഒരുക്കി നിൽക്കുമ്പോൾ ഇന്ന് പകൽ നീ അതറിയണ്ട. നിന്റെ വിളി ഒന്ന് ക്ലിയർ ആകട്ടെ. ദൈവസന്നിധിയിലൊന്ന് വിളിക്കാൻ, ആ ശബ്ദം അതിനു വേണ്ടി ഉപയോഗിക്കാൻ, ആ അധരം അതിനു വേണ്ടി ഒന്ന് ചലിപ്പിക്കാൻ, നിന്റെ മനസ്സ് അതിനു വേണ്ടി ഒന്ന് സമർപ്പിക്കാൻ, നിന്റെ പാട്ടുകൾ അതിനു വേണ്ടി ഒന്ന് ഏൽപ്പിക്കാൻ, നിന്റെ ആരോഗ്യം അതിനു വേണ്ടി ഒന്ന് ചിലവിടാൻ, നിന്റെ സമയം അതിനു വേണ്ടി ഒന്ന് ചിലവിടാൻ. ചില ഉള്ളത്തിലേക്ക് ഈ സാന്നിധ്യം ഒന്ന് ഇറങ്ങി വരട്ടെ. അതിന് വിരോധമായി നിൽക്കുന്ന വെല്ലുവിളികൾ അഴിയട്ടെ. കർത്താവിൽ പ്രയോജനപ്പെടേണ്ട ചിലതിനെ, കർത്താവിൽ ഉപയോഗിക്കപ്പെടേണ്ട ചിലതിനെ ചില അതിരുകൾക്കകത്തിട്ട് ഒതുക്കി കെട്ടി ഹല്ലേലൂയ പുറത്തു വിടുകയില്ലെന്ന് പറഞ്ഞ് ഒരു ലിമിറ്റഡ് അകത്ത് ഇത്ര നീ സന്തോഷിച്ചാൽ മതി, ഇത്രയും നീ അനുഭവിച്ചാൽ മതി, ഇവിടെ വരെ നീ വന്നാ മതി എന്ന് പറഞ്ഞ് ഒരു പരിമിതിക്കകത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളെ ഇന്ന് പകൽ നാസറേന്റെ നാമത്തിൽ ഹല്ലേലൂയ അവന്റെ ചില പദ്ധതികൾ പൊളിച്ചടുക്കപ്പെടേണ്ടതിന് ആത്മാവിൽ ആ ഡ്രൈ ആയി നിൽക്കുന്ന ആ മേഖലകളെ ഈ പകലിൽ എളിയവനിൽ പകർന്ന ആ അധികാരത്താൽ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ലൈഫിലെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷൻ മാറും. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് ദൈവപ്രവൃത്തി നടക്കും. എൻ്റെ ലൈഫിൽ 2022 ഒരു പ്രതിസന്ധി മാത്രം ഞാൻ പറയാം. 22 മെയ് മാസം 20-ാം തീയതി ഞാൻ കളിയിക്കവിളയ്ക്ക് മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, കൈക്ക് 2 വിരലിന് അതേ പെരുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പ്രയാസം എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ സംഗമം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ് ആയി. ഞായറാഴ്ച രാവിലെ മോള് നോക്കുമ്പോൾ മമ്മിക്ക് തീരെ വയ്യ. ഉടനെ മമ്മി അവൾ പറഞ്ഞു, നീ ആരാധനയ്ക്ക് കയറിക്കുമ്പോൾ ഞാനിവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞ് വിശ്രമിച്ചു. പക്ഷെ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആൾ ഫുള്ളി തളർന്നു പോയി. ചലിക്കത്തില്ല, എഴുന്നേക്കത്തില്ല. സഭയിലുള്ളവരെല്ലാം കൂടെ കൂടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കോട്ടയത്ത് കാരിത്താസി കൊണ്ട് ചെല്ലുമ്പോൾ ശബ്ദവും പോയി, ശബ്ദവും ഇല്ല. ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പോലെ കിടക്കുക. എടുത്തുകൊണ്ട് ഡോക്ടർ പരിശോധിക്കുമ്പം ഞാൻ ആ സമയത്ത് പെട്ടെന്ന് അറിഞ്ഞു. എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് ലിജോ ജെയിംസ് എന്ന് പറയുന്ന ഒരു ന്യൂറോയുടെ സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹത്തെ വിളിച്ചു. സൺഡേ അല്ലേ, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരുന്നുണ്ട്, അദ്ദേഹം ലീവിലാണ്, സൺഡേ ആണ്, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് എമർജൻസിയിൽ വന്നു. പുള്ളി 1 മണിക്കൂർ പരിശോധിച്ചു, വിവരമെല്ലാം നോക്കി. നോക്കിയപ്പോൾ ഓക്സിജൻ ലെവൽ ഏറ്റവും താഴേക്ക് പോയി, പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് ആക്കി. അദ്ദേഹം പറഞ്ഞു, ഇത് GBS എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, ഇത് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം ഇന്നലെയെങ്കിലും ഒക്കെ വന്നിരുന്നത്, കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. ചെയ്താൽ തന്നെ നിങ്ങളൊരു 1 വർഷമെങ്കിലും, ഏറ്റവും കുറഞ്ഞ 1-2 വർഷമെങ്കിലും നിങ്ങൾ വെന്റിലേറ്ററിൽ ഈ പേഷ്യൻറ്റിനെ ഇടേണ്ടി വരും. അവിടെ 35 ദിവസമായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു ബ്രദറുണ്ട്, 36 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തെ കാണിച്ചു. അദ്ദേഹത്തിന് ഒരു അനക്കവുമില്ല, കണ്ണ് മാത്രം തുറന്നിരിക്കും. അതിന് ഇങ്ങനൊരു പാട് വെച്ച് മറയ്ക്കും. കൂടെ അരമണിക്കൂർ ഇടവിട്ട് കണ്ണിലേക്ക് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, ഇൻഫെക്ഷനൊന്നും വരാതെ. ഇതേ ഉള്ളൂ ട്രീറ്റ്മെൻറ്റ്, ഇഞ്ചക്ഷൻ ചെയ്യുക. അപ്പോൾ പറഞ്ഞു 4.5 ലക്ഷം രൂപയാകും ഇഞ്ചക്ഷന് മാത്രം, 5 ഡോസ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു ഡെത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. സത്യത്തിൽ മരണം മാത്രമൊന്ന് വിധി എഴുതി തള്ളിയ സ്ഥാനത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കളിക്കവിളയിൽ വൈകിട്ടത്തെ ക്രൂസൈഡിന് പ്രസംഗിച്ചിട്ട് 10 മണി, അത് 9:30 കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കളിക്കവിളയിൽ നിന്ന് വിട്ട് കോട്ടയത്ത് കാരിത്താസി വരുമ്പോൾ 2:30 രാത്രി 2:30. പക്ഷേ 1 മണിക്കും 12-നും ഇടയ്ക്ക് ഒരാൾ കാരിത്താസി വന്നു.
ഹല്ലേലൂയ. ഒന്നാമത്തെ ബെഡി കിടക്കുക, ഒന്നാമത്തെ ബെഡി എല്ലാവരും കാണാം, പക്ഷേ ഒന്നും പ്രതികരിക്കാനൊക്കെയല്ല. ഒരു ഈച്ച വന്ന് കണ്ണിനകത്തിരുന്നാൽ ഒന്നും ചെയ്യാനൊക്കെയല്ല. വേറെ ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. ശരീരത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് ചലിക്കുക പോലുമില്ല. കണ്ണ് മാത്രം ഫുൾ തുറന്നിരിക്കുക, അടയ്ക്കാനൊക്കെ ഇല്ല. അങ്ങനെ കിടക്കുന്ന സിറ്റുവേഷനിൽ കയറി വരുന്നവരെയൊക്കെ കാണാം. അപ്പോൾ അവിടെ മനസ്സ് പറഞ്ഞു, ഇത് തുറന്നിങ്ങനെ കയറി വരുമ്പോൾ അവിടെ മനസ്സ് പറഞ്ഞു പാസ്റ്റർ വരുമായിരിക്കും എന്ന് മനസ്സിൽ അവൾക്ക് തോന്നി. അങ്ങനെ ചിന്തിച്ച് അവിടെ കിടന്നു. വന്നൊരാൾ കയറി വന്ന് തലയ്ക്ക് വന്നിട്ട് തലയിലോട്ടാണ് കൈവച്ചത്. ഞാൻ മറ്റൊന്നും കൊണ്ട് പറയില്ല, എൻ്റെ വൈഫിന് എന്നേക്കാൾ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ എൻ്റെ വൈഫിന് കണക്ഷൻ കർത്താവിനോടാണ്. ഹല്ലേലൂയ. രണ്ടാമതേ ഞങ്ങളെല്ലാവരും ഉള്ളു. മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഭയങ്കര ആത്മീയ ഉണർവുള്ളൊരു വീട്ടിൽ, ഹല്ലേലൂയ. ഞാൻ കല്യാണം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരാളേ ഉള്ളൂ വിശ്വാസി. എല്ലാ ചൊവ്വാഴ്ചയും അതേ പാസ്റ്റർമാർ വന്ന് യോഗം നടത്തുന്നൊരു യോഗം ആ വീട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അവരൊരെണ്ണം ഇന്ന് വരെ ഈ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അവർ ആ വിശ്വാസികളെക്കാൾ ശക്തരായിട്ട് എന്ത് ചെയ്യുക, നിൽക്കുക. ആ പശ്ചാത്തലത്തിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. ഹല്ലേലൂയ. അന്നോട്ട് കർത്താവിന് വേണ്ടി ഓടുന്നു. ഹല്ലേലൂയ. പ്രൈസ്. എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ഹല്ലേലൂയ ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞാൻ രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കടലേ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പം ഹല്ലേലൂയ രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെ വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ മുട്ടയിലിരുന്ന് എൻ്റെ ശരീരത്തിൽ കൈവച്ച് കർത്താവെ ഉപയോഗിക്കണമേ എന്ന് നേരം വെളുക്കുന്നിടം വരെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം ഉപവസിക്കുന്ന, ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി കൂടെ 21 ഇരിക്കുന്ന, ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന അവിടെ ലൈഫിലാണ് ഈ പ്രശ്നം വന്നത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയാമോ? കൈ കൊടുത്തിട്ട് ഭർത്താവ് ഏറ്റവും അടുത്ത ആളല്ലേ, ഹല്ലേലൂയ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അതേ അതേ അനാരോഗ്യത്തിലും നന്മയിലും തിന്മയിലും കൂടിയിരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ 2:30 വന്നത്. പക്ഷേ യേശു അതിനു മുമ്പേ ഇങ്ങ് വന്നു. ആർക്കും കയറി വരാനൊക്കെയല്ല, കൊച്ചു വെളിയിലിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ്. ചിലയിടത്ത് ആർക്കും കയറി വരാൻ പറ്റുകയല്ല, എന്നാൽ കയറി വരാൻ കഴിയും. ഇനി ആരൊക്കെ അടച്ചിട്ടാലും ഹല്ലേലൂയ ഇങ്ങോട്ട് ഹല്ലേലൂയ പ്രൈസ്. ഹല്ലേലൂയ അന്യർക്ക് പ്രവേശനമില്ലെന്ന ബോർഡ് അവിടെ എഴുതി വെച്ചാലും, ആരും ഇങ്ങോട്ട് കയറരുതെന്ന് എഴുതിയാലും, ഹല്ലേലൂയ കയറി വരുന്ന ഒരുവനുണ്ട് കേട്ടോ. അത് മറ്റാരും അല്ലെന്ന് ഗ്രഹിച്ചോണം. അവൻ ഡോർ തുറന്ന് കയറി വന്ന് തലയിലേക്ക് കൈവച്ചപ്പോൾ ഒരു ഐസ് ബോക്സിൽ ഇടുന്ന പോലെ തോന്നി. ഗ്ലോറി. പെട്ടെന്ന് ദൈവശക്തി വ്യാപരിച്ചു. അന്യഭാഷ പറയാൻ തുടങ്ങി. അന്യഭാഷ പാട്ടായി മാറി. അവൾ പാടുമ്പോൾ 1/2 മണിക്കൂർ അന്യഭാഷയിൽ പാടുമ്പോൾ ഹല്ലേലൂയ ദൈവിക രോഗശാന്തി ശരീരത്തിൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരോഗ്യത്തോടെ ഇരുന്നയാള് മരണത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ എടുത്തില്ല കേട്ടോ, മണിക്കൂറുകളെ എടുത്തുള്ളൂ. പക്ഷേ മരണത്തിന്റെ കെട്ടഴിക്കാൻ ഹല്ലേലൂയ ദിവസങ്ങൾ എടുത്തില്ല, സെക്കൻഡുകളെ എടുത്തുള്ള. അതാ കർത്താവിനെ വിളിക്കുന്നതിന്റെ പ്രത്യേകത. നമ്മുടെ നന്മയല്ല നമ്മെ നിർത്തുന്നത്, ഈ രാജ്യത്തായതല്ല ഉറപ്പ്, ഹല്ലേലൂയ ജോലി അല്ല ഉറപ്പ്, ഇന്ന് പകൽ കർത്താവാണ് ഉറപ്പ്. അത് പ്രാപിക്കാനിടയായി തീരട്ടെ. കർത്താവിനോട് കൂടെ നിൽക്കേ. ഇവിടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് ദൈവ പ്രവൃത്തി നടക്കണം, അതേ സഭയിൽ എഫക്റ്റ് ആകത്തുള്ളൂ. സഭയ്ക്കകത്തല്ല ദൈവ പ്രവൃത്തി, കുടുംബങ്ങളിൽ അടയാളങ്ങൾ നടക്കണം. കുടുംബങ്ങളിൽ അടയാളങ്ങൾ നടന്നാൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ ഹോൾ ഒന്നുമില്ല. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഹോളിൽ നിന്ന് മാറേണ്ടി വരും. കാരണം അതുപോലെ ജനം ഇടിച്ചു കയറും. പക്ഷെ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. കുടുംബങ്ങളുടെ നന്മയെ കെട്ടുന്ന, കുടുംബങ്ങളുടെ ഐശ്വര്യത്തെ കെട്ടുന്ന, കുടുംബങ്ങളിൽ ദൈവിക അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന, കുടുംബങ്ങൾക്കകത്ത് തകർച്ചയിടുന്ന, അതിന്റെ മ്ലാനത ഇടുന്ന, അതിന്റെ വേദന വിതറുന്ന ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ഇന്ന് പകൽ നാസറേന്റെ നാമത്തിൽ ഇതിനകത്ത് നിന്ന് ആത്മാവിൽ ഞാൻ അതിനെ Praise God. Hallelujah. Hallelujah.
എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ആ നേഴ്സുമാർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ വെന്റിലേറ്ററിൽ വല്ലാതെ ഹല്ലേലൂയ സുഖമായിട്ടിരിക്കുന്ന ആളിനെ കണ്ടിട്ടോ പോയെ. ശരീരം മുഴുവൻ വയറ്, ശരീരം മുഴുവൻ വല്ലാത്തൊരു പരുവത്തിൽ ആൾ കിടക്കുന്നതാണ്. ഞാൻ ചെന്നു, ഹല്ലേലൂയ ഈ ചിന്തയോടല്ലേ വരുന്നത്, ഹല്ലേലൂയ കൈവച്ചു പ്രാർത്ഥിച്ച് പുറത്തു പോയിരുന്നു. ഹല്ലേലൂയ. പക്ഷേ നേഴ്സുമാർക്ക് മനസ്സിലായി എന്തോ വിടുതൽ നടന്നിട്ടുണ്ട്. മോളോട് പറഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കണ്ടാൽ മതി എന്നാ പറഞ്ഞേ. പക്ഷേ രാവിലെ ഡോക്ടർ വന്നു. സാധാരണ നേരത്തെ വന്നു. 5 മണി, സാധാരണ 8 മണിക്കാണ് ഹല്ലേലൂയ ബൈസ്റ്റാൻഡേഴ്സിനെ വിളിക്കുന്നത്. ഇത് 6 മണിക്ക് മുമ്പ് ഹല്ലേലൂയ ലിസിയുടെ ബൈസ്റ്റാൻഡേഴ്സ് വരാൻ പറഞ്ഞു. കയറി ചെന്നപ്പോൾ ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറയുക, ഹല്ലേലൂയ, ആ അമ്മയിൽ എന്തോ ഒരു ദൈവാനുഗ്രഹമുണ്ടായി. പ്രൈസ് അല്ലോ. 5 ദിവസം എന്ന് പറഞ്ഞ പുള്ളി 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചു. ഹല്ലേലൂയ. ഇത് തീരുമാനിക്കുന്നത് മെഡിക്കൽ സയൻസ് അല്ല, ഇത് തീരുമാനിക്കുന്നത് ഡോക്ടർ അല്ല, എൻ്റെ ഭാവി കുറിക്കുന്നത് നാട്ടുകാരല്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി കുറിക്കുന്നത് രക്തബന്ധങ്ങളല്ല, എൻ്റെ കുടുംബത്തിൻ്റെ സിറ്റുവേഷൻ തീരുമാനിക്കുന്നത് ഈ ലോകത്തിൽ ആരുമല്ല. ഹല്ലേലൂയ. എനിക്ക് കുറിക്കുന്ന ഒരുവൻ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. എത്ര പേരാളിനെ കാണുന്നുണ്ട്? ജീവിതത്തിന്റെ ഭാഗമായി കൂടെ നിർത്ത. ഈ ദിവസങ്ങളിൽ ഒരു ചില ചരിത്രം നിന്റെ ലൈഫിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകൽ സഭയോടുള്ള ബന്ധത്തിൽ ആ തമ്പുരാൻ ചിലത് ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ വിളി കുറയ്ക്കരുത്, ആ അടുപ്പം കുറയ്ക്കരുത്, ആ കണക്ഷൻ കുറയ്ക്കരുത്. അതിനകത്ത് മ്ലാനത വരരുത്, അതിനകത്ത് ക്ഷീണം വരരുത്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് അത് തുടിച്ചുകൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ ഉറപ്പിലും നടപ്പിലും കിടപ്പിലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും അവോയ്ഡ് ചെയ്യാനൊക്കാത്തൊരു വ്യക്തിയായി കർത്താവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ പരിശുദ്ധാത്മാവൊന്ന് നടത്തട്ടെ. കർത്താവ് നിങ്ങളെ ഒന്ന് നടത്തട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഒന്ന് നിൽക്കട്ടെ. അങ്ങനാണെങ്കിൽ നീ അറിയണ്ട, ശത്രു നിനക്കെതിരെ ഒരുക്കുന്ന കെണികളൊന്നും നീ അറിയണ്ട. ഹല്ലേലൂയ. നിന്റെ സന്തോഷത്തെ കെടുത്താൻ, നിന്റെ അകത്ത് പരാജയമിടാൻ, ഹല്ലേലൂയ, ഒരു തോൽവിയെങ്കിലും വരാൻ, നിന്റെ തലയൊന്ന് താണ് കാണാൻ കാലങ്ങളായി ശത്രു ഒരുക്കുന്ന കെണികൾ പലപ്പോഴും നിന്റെ തല താഴ്ത്തിയ, നിന്റെ മുഖത്ത് ലജ്ജയിട്ട ചില വെല്ലുവിളികൾ ഈ പകലിൽ നാസറേന്റെ നാമത്തിൽ അഴിയുന്നത് നിനക്ക് ആത്മാവിൽ കാണാൻ കഴിയോ? നിന്നെ നടത്തുന്ന ഒരുവൻ, ആ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് ഒരു ശക്തിയായി ഇറങ്ങി വരുന്നത്. കുറെ അനുഭവനോടുള്ള ബന്ധത്തിലുണ്ടെങ്കിലും ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ ഡോക്ടർ പറഞ്ഞത്, അന്നേരം എന്നോട് ഡോക്ടർ പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളൊരു 6 മാസം ഇവിടെ ഒരു വീടെടുത്ത് എന്ത് ചെയ്യണം? കാരിത്താസിൻ്റെ തൊട്ടടുത്ത് എവിടെങ്കിലും ഒരു വീടെടുത്ത് താമസിക്കണം. 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയാൽ മതി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7ാമത്തെ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി ICU കിടക്കേണ്ട ആവശ്യമില്ല, റൂമിൽ പൊക്കോളാൻ പറഞ്ഞു. അന്ന് നടക്കത്തില്ല, റൂമിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 14 അടുത്ത ദിവസം ഡോക്ടർ അപ്പോൾ സംസാരിക്കത്തൊന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നു. ഉടനെ അവളോട് ചോദിച്ചു, വീട്ടിൽ പോകണ്ടെന്ന് ചോദിച്ചു. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. എന്നാ പോകണ്ടെന്ന് ചോദിച്ചു. ഇങ്ങനെ കാണിച്ചു 5. പുള്ളി 5 എന്ന് പറയുന്ന കലണ്ടറിലെ ഡേറ്റിന് ഒരു റൗണ്ട് ഇട്ടിട്ട് പുള്ളി അങ്ങ് പോയി. എന്നെ ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ച് സാരമില്ലെന്ന് പറഞ്ഞിട്ട് പോയി. ഓരോ ദിവസം ഓരോ ഡേറ്റ് വിട്ടു. 4-ാം തീയതി വന്നിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉടനെ പുള്ളി അവിടെ നിന്ന് പറഞ്ഞു, എഴുന്നേക്കാന്ന് വിട്ടേക്കാന്ന് പറഞ്ഞു. എഴുന്നേറ്റാൽ വിട്ടേക്കാന്ന് പറഞ്ഞു. 4-ാം തീയതി ഡോക്ടർ വന്നിട്ട് നാളെ പോകണ്ടേന്ന് ചോദിച്ചു. പോണോന്ന് പറഞ്ഞു. എഴുന്നേക്കാമോന്ന് ചോദിച്ചു. പുള്ളി ചുമ്മാ കൈയൊന്ന് നീട്ടി. അവൾ ചാടി കയ്യെ പിടിച്ചങ്ങ് എഴുന്നേറ്റു.
ആ ഡോക്ടർ ഉടൻ തന്നെ അതിനകത്ത് ഡിസ്ചാർജ് നാളത്തേക്ക് എഴുതിയും വെച്ചു. 14-ാം തീയതി ഹല്ലേലൂയ ഹല്ലേലൂയ റാന്നിയിൽ ആംബുലൻസ് കാത്തു നിൽക്കുകയായിരുന്നു. ആംബുലൻസിൽ ഇപ്പം ബോഡി വരുമെന്ന് പറഞ്ഞ് നിന്നടത്ത് ഹല്ലേലൂയ തിരിച്ചു വരുന്നതും ആംബുലൻസിലായിരിക്കും ചിന്തിച്ചെടുത്തടത്ത് ഹല്ലേലൂയ വീൽ ചെയറെ വന്നിട്ട് നടന്ന് എൻ്റെ കാറിനകത്ത് കയറി ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് റാന്നിക്ക് പോന്നു. ഹല്ലേലൂയ മെഡിക്കൽ സയൻസ് അല്ല, മെഡിസിൻ അല്ല, വിളിക്കുന്ന ഒരാളുണ്ട്. ശബലഘടകച്ചസ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ തലത്തിൽ ഒന്ന് കണക്ട് ഈ പകലിലാകാമോ? അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു ഹല്ലേലൂയ 26 തീരുന്നതിന് മുമ്പ് ചില അടയാളങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ചില അടയാളങ്ങൾ നിൻ്റെ വീട്ടിൽ വെളിപ്പെടും. 26-ന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് ഹല്ലേലൂയ ചില അടയാളങ്ങൾ നിൻ്റെ ലൈഫിൽ നടക്കും. നിൻ്റെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ പ്രാപ്തി കൊണ്ടല്ല. ഹല്ലേലൂയ നിനക്കൊരുവനുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഗ്ലോറി കഷ്ടത വന്നിട്ടല്ല, വേദന വന്നിട്ടല്ല, വിഷയങ്ങളുടെ മുമ്പിലല്ല, മറിച്ച് അവോയ്ഡ് ചെയ്യാനൊക്കാത്തൊരു വ്യക്തിയായി ഇന്ന് പകൽ വീടുകളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ ചില വ്യക്തികളിലേക്ക് കർത്താവ് ഇറങ്ങി വരട്ടെ. ചില തലമുറയുടെ ചരിത്രം മാറുമെന്നേ. ഹല്ലേലൂയ ചില ആകുലതയുടെ കെട്ടുകൾ ഈ പകലിൽ അഴിഞ്ഞു പോകുമെന്നേ. അർത്ഥാന ജഗൽഖന ഛസി ഹല്ലേലൂയ അപമാനത്തെ മാന്യതയാക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നേ. താഴ്ചയെ ഉയർച്ചയാക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നേ. തകർച്ചയെ കെട്ടുമണിയാക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നേ. ദുഃഖത്തെ സന്തോഷമാക്കുന്ന ഒരുവൻ ഇവിടെ ഉണ്ടെന്നേ. ഉടവ രഗജ രഗജസ്ഖന എത്ര പേരത് കാണുന്നുണ്ടെന്നേ. ഹല്ലേലൂയ ഇന്ന് പകൽ ഈ വചനം പറയുമ്പം തന്നെ ചിലരുടെ ലൈഫിൽ അതിന്റെ വീടുതലൊന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ സഭയുടെ ഛായ മാറ്റാൻ കഴിയുന്നവൻ അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സഭയുടെ നിലവാരം ഇതല്ല. നിന്റെ അംഗസംഖ്യയുടെ പരിമിതിയെ വെട്ടി ഉടബ രഗജ രഗജ സൈൻറ്റ നോറോ കൽബജാന അർത്ഥന ജാലബ റിഖാന ദഗൽഖരാജന ഇന്ന് പകൽ അതൊന്ന് അനുഭവിക്കാൻ കഴിയുന്ന, അതൊന്ന് ഏറ്റെടുക്കാൻ കഴിയുന്ന, അതൊന്ന് പ്രാപിക്കാൻ കഴിയുന്ന ചിലർ ഇതിനകത്തൊന്ന് എഴുന്നേൽക്കട്ടെ. കാലങ്ങളായി നിന്നെ പരിധിക്കകത്തൊതുക്കി ഇതിനപ്പുറം നീ പോകരുതെന്ന് പറഞ്ഞ്, ഇതിനപ്പുറം നീ സന്തോഷിക്കരുതെന്ന് പറഞ്ഞ്, ഇതിനപ്പുറം നിന്റെ അതിര് കടക്കരുതെന്ന് പറഞ്ഞ് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും നിന്റെ ഭൗതികതയ്ക്കും നിന്റെ വളർച്ചയ്ക്കും അതിരിട്ട് നിർത്തിയിരിക്കുന്ന ചില വെല്ലുവിളികൾ ഈ പകലിൽ അതിന്റെ ബ്രേക്കാകാൻ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്ക, കർത്താവിനോടൊന്ന് ചേർത്ത് നിൽക്ക. ജൂബാറാഹി ജമൽ കരിഘടകക്ഷസേ അർത്ഥനഗജലഘടകക്ഷേ അന്തർ പ്രബോധനാക്ഷസി വൈഡമാന. ഹല്ലേലൂയ ശത്രു പലപ്പോഴും നിനക്കൊരതിരിട്ട് നിർത്തിയിരിക്കുക. നീ അതിനപ്പുറം പോകരുത്, ഇതിനപ്പുറത്തത് നീ അനുഭവിക്കരുത്, ഇതിനപ്പുറത്തെ സന്തോഷം നീ കാണണ്ട, ഇതിനപ്പുറത്തെ നന്മ നീ അനുഭവിക്കണ്ട. ഹല്ലേലൂയ ശബലഘടകക്ഷസേ പരിധിയിട്ട് നിർത്തിയിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകലൊരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിനകത്ത് നിന്നെ ഒതുക്കി നിർത്തിയെങ്കിൽ ഇന്ന് പകൽ അവന്റെ ആ വൃത്തം ഉടയ്ക്കാൻ കഴിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവനുമായിട്ടൊന്ന് കണക്റ്റ് ആകുക. ഇന്നലെ വരെയുള്ള ബന്ധമല്ല, അല്പവും കൂടെ എനിക്ക് അവനുമായി ഒരു കണക്ഷൻ. ഹല്ലേലൂയ കൂടെ കൂടെ അവനെ ഒന്ന് വിളിക്കാൻ, നിന്റെ നടപ്പിൽ അവനെ ഒന്ന് വിളിക്കാൻ, നിന്റെ ഇരിപ്പിൽ അവനെ ഒന്ന് വിളിക്കാൻ, നിന്റെ കിടപ്പിൽ അവനെ ഒന്ന് വിളിക്കാൻ, ആഴമേറിയ ബന്ധമൊന്ന് ശക്തമാകാൻ എത്ര പേർ ഈ പകലിലൊന്ന് തയ്യാറാകുമോ? അവരെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് അവനായിരിക്കും, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം തീരുമാനിക്കുന്നത് അവനായിരിക്കും. അതേ ചില പരാജയം വരുത്താൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ഈ പകലിൽ ചില ജയത്തിന്റെ അധ്യായം എഴുതാൻ അവന്റെ സാന്നിധ്യം ഇറങ്ങി വരിക.
എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഞാനൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയമെടുക്കുക. ഹല്ലേലൂയ. അവർ വിചാരിച്ചത് മറ്റൊന്നുമല്ല. ഹല്ലേലൂയ. അവർ വിചാരിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവൻ്റെ തല താണിരിക്കണം. ഒരു പരാജയമെങ്കിലും ഇവൻ്റെ ജീവിതത്തിൽ വരണം. ഒരു സങ്കടമെങ്കിലും ഇവൻ്റെ ജീവിതത്തിൽ വരണം. പക്ഷേ അവൻ്റെ ഒറ്റ വിളി, ഇന്ന് പകലത്തെ ഒരു വിളി ചിലത് തീരുമാനിക്കും. എല്ലാ കണ്ണും ഒന്ന് അടച്ചൊന്ന് ജാഗരിച്ചേ. പരിമിതമായ മണ്ഡലങ്ങൾക്കകത്ത് നീ ഒതുങ്ങിപ്പോകണമെന്ന് വിധി എഴുതിയ ചില വിധിയെഴുത്തുകൾ ഇന്ന് പകൽ വെട്ടുന്നൊരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരിക. ഗ്ലോറി, ഒരു സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വരിക. എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഒരു പരിമിതി ഇട്ടിട്ട് അതിനകത്തെ നീ നിൽക്കാവും. ഇതിനപ്പുറം നീ പോകരുത്. ഹല്ലേലൂയ. ഒരു കോഴിക്കുഞ്ഞൊരു കോഴിമുട്ടയുടെ തോടിനകത്ത് ജീവനുണ്ട്, ശക്തിയുണ്ട്, പക്ഷെ അതിനകത്തിരിക്കുക. ഹല്ലേലൂയ. അതിൻ്റെ പുറത്ത് മനോഹരമായൊരു പ്രതലമുണ്ട്. അതിൻ്റെ പുറത്ത് മനോഹരമായ വാഗ്ദത്തങ്ങളുണ്ട്. അതിൻ്റെ പുറത്ത് പച്ച വിരിച്ചൊരു പ്രദേശമുണ്ട്. ഹല്ലേലൂയ. അതിന് പോകാൻ കഴിയുന്ന അനവധി മേഖലകളുണ്ട്. പക്ഷേ അതൊരു പുറം തോടിനകത്തിരിക്കുന്നത് പോലെ ഒരു കവറിങ്ങിനകത്ത് ഒതുക്കി വെച്ചിട്ട് ഇതിനകം കൊണ്ട് നിന്നെ ഒതുക്കുമ്പോൾ ഇന്ന് പകൽ അതിൻ്റെ ആ പുറം തോട് പൊട്ടുന്നത് പോലെ ചിലതിന് ഇട്ടതായ ആവരണങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ പൊട്ടി ചിലത് പുറത്തു വരാൻ. വചനം പറയുന്നു, അന്നാളിൽ നിന്റെ അതിരകന്നു പോകും. നീ പരിമിതിക്കകത്ത് നിൽക്കേണ്ട വ്യക്തിയല്ല. നീ ഈ തലത്തിൽ പോകേണ്ട വ്യക്തിയല്ല. ഈ തലത്തിൽ ഒതുങ്ങേണ്ട വ്യക്തിയല്ല. നീ ഈ തലത്തിൽ ചലിക്കേണ്ട വ്യക്തിയല്ല. നീ ചലത്തിൽ പോകേണ്ട വ്യക്തിയല്ല. നിന്റെ മേൽ എനിക്കൊരു നിയോഗമുണ്ട്. ചില വാഗ്ദത്തങ്ങളുടെ പരമ്പര നിന്റെ മേൽ കിടപ്പുണ്ട്. നിന്റെ ഭവനത്തോട് എനിക്കൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ സഭയോട് എനിക്ക് പദ്ധതികളുണ്ട്. എന്നാൽ അതിന്റെ മഹത്വം വെളിപ്പെടുത്തുകയില്ലെന്ന് പറഞ്ഞ് അതേ ശത്രു ചിലതൊക്കെ ഒരുക്കി വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് പകലത്തെ ഒരൊറ്റ വിളിയുണ്ടല്ലോ. ചില പദ്ധതികളെ പൊളിച്ചെടുക്കും ദൈവമൈതലേ. ഇന്ന് പകൽ ആത്മാർത്ഥമായി ഒന്ന് സമർപ്പിക്കപ്പെട്. ഹല്ലേലൂയ. ഡ്രൈ ആയി നിൽക്കുന്ന, ക്ഷീണിച്ചു നിൽക്കുന്ന, പ്രാർത്ഥന ഉടയപ്പെട്ട, ജാഗരണം ഉടയപ്പെട്ട, എവിടെയോ ക്ഷീണം വിതറുന്ന, ടെൻഷൻ വ്യാപരിക്കുന്ന, ആകുലത കൊണ്ടിടുന്ന ചില വെല്ലുവിളികൾ നാസറേന്റെ നാമത്തിൽ ഈ കർത്താവേ, ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ ഒന്ന് തൊടപ്പാ, ചില വ്യക്തികളെ ഒന്ന് തൊടു കർത്താവേ. ഹല്ലേലൂയ. ചില പരിമിതികൾ പൊട്ടട്ടെ, ചില വെല്ലുവിളികൾ അഴിയട്ടെ. എൻ്റെ ജനത്തിന് അതിരിട്ട് നിൽക്കുന്ന ചില മേഖലകൾ പൊട്ടട്ടെ. എൻ്റെ ജനം മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ്, എൻ്റെ ജനം മുന്നേറരുതെന്ന് പറഞ്ഞ്, എൻ്റെ ജനത്തിനിട്ടിരിക്കുന്ന അതിരുകൾ നാസറേന്റെ നാമത്തിൽ ഉടയുന്നൊരു പകലായി മാറട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് ജാഗരിച്ച് ഹല്ലേലൂയ. ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ. സഭയ്ക്കിടുന്ന ചില അതിരുകൾ ഹല്ലേലൂയ ഇതിനപ്പുറം പോകരുതെന്ന് പറഞ്ഞ് ദൈവസഭയ്ക്കിടുന്ന ചില അതിരുകൾ ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുക. ഇതിനകത്ത് നിൽക്കുന്ന ചിലതിനിട്ട് അതിരുകൾ ബ്രേക്ക് ചെയ്യുക. സന്തോഷത്തിനിട്ട് അതിര്, നിന്റെ ആരോഗ്യത്തിനിട്ട് അതിര്, നിന്റെ ലൈഫിനിട്ട് അതിര്, നിന്റെ തല താഴ്ത്താൻ പദ്ധതി ഒരുക്കുന്നത്, നിന്നെ ക്ഷീണിപ്പിക്കാൻ പദ്ധതി ഒരുക്കുന്നത്, അതൊക്കെ നാസറേന്റെ നാമത്തിൽ ഈ പകലിൽ ഉടയേണ്ടതിന് ആത്മാവിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ മഹത്വത്തെ നിന്റെ ജനത്തിന്റെ മേലയക്കുക, കുടുംബങ്ങളുടെ മേലയക്കുക, ദൈവസഭയുടെ മേലയക്കുക.
ആ മഹത്വത്തെ അയക്കുക. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ചില മണ്ഡലങ്ങൾ, ദേശാധിപതിയുടെ ചില വ്യാപാരങ്ങൾ, പാരമ്പര്യം പോലെ പിൻഗമിക്കുന്ന ചില മണ്ഡലങ്ങൾ, എൻ്റെ ജനത്തിന് വിരോധമായി നിൽക്കുന്ന പരിമിതിയിട്ട് പതിരിട്ട്, അത് സന്തോഷത്തിന്, അത് ഉയർച്ചയ്ക്ക്, അത് നന്മയ്ക്ക്, അതിൻ്റെ അഭിവൃദ്ധികൾക്ക്, അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ മഹത്വത്തിന് വിരോധമായി നിൽക്കുന്ന സകല സാധാന്യ മണ്ഡലങ്ങളെയും, സകല അധികാര മണ്ഡലങ്ങളെയും, സകല പൈശാചിക മേഖലകളെയും, ഇരുട്ടിന്റെ സകല മണ്ഡലങ്ങളെയും, അത് ദൈവസഭയ്ക്ക് വിരോധമായി കിടക്കുന്ന ചില മൂടുപടങ്ങളെയും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും മെതിക്കുവാൻ അധികാരം തന്ന നാസറേന്റെ നാമത്തിൽ ഈ പകലിൽ അത് അഴിയാൻ കൽപ്പിക്കുന്നു. ദൈവിക വിടുതൽ റിലീസ് ചെയ്യുന്നു. അത് വ്യക്തികളുടെ മേൽ, അത് കുടുംബങ്ങളുടെ മേൽ, അത് സഭമേൽ ഒരു വിടുതലായി വ്യാപരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പാടി ആരാധിക്കണം. ഒരാത്മസ്പർശനം നടക്കണം. വ്യക്തമായ ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഈ ആഴ്ച ചില അടയാളങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി സമർപ്പണത്തോടെ ഒരുമിച്ച് കരമടിച്ച് പാടിയൊന്ന് ആരാധിക്കാം.